ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനേഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. LD സിലബസിലെ ഐക്യ കേരള പ്രസ്ഥാനം എന്നുള്ള ഭാഗമാണ് നോക്കുന്നത്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് ഐക്യ കേരള പ്രസ്ഥാനം. അതുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ തന്നെ ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയും ചേർന്നായിരുന്നു ഇന്നത്തെ കേരളം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് 3 നാട്ടുരാജ്യങ്ങൾ പോലെയാണ് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായ മലബാർ ജില്ല എന്നിങ്ങനെയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികളെ രൂപീകരിക്കണമെന്ന തീരുമാനം നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. തുടർന്ന് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു. 1920 നാഗ്പൂർ സമ്മേളനത്തെ തുടർന്ന് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. KPCCയുടെ ആദ്യ സെക്രട്ടറിയാണ് K. മാധവൻ നായർ. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് K. മാധവൻ നായരാണ്. അടുത്തതായി വരുന്നത് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനമാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലമാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ T. പ്രകാശമാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ T. പ്രകാശമാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാരിസ്റ്റർ T. പ്രകാശം. അദ്ദേഹമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. അതായത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയുള്ള ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. അടുത്തത് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനം എന്നറിയപ്പെടുന്നത് 1921 ഒറ്റപ്പാലം സമ്മേളനമാണ്. അതായത് മലയാളം സംസാരിക്കുന്നവർക്കായി ഒരു ഏകീകൃത സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി നടന്ന ആദ്യ സമ്മേളനമാണ് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എന്ന് അറിയപ്പെടുന്നത്. അതിൽ അധ്യക്ഷത വഹിച്ചത് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന T. പ്രകാശമാണ്. അടുത്തത് 1923 പാലക്കാട് വെച്ച് നടന്ന രണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു ആണ്. 1923 പാലക്കാട് വെച്ച് നടന്ന രണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു ആണ്. അടുത്തത് 1928 ഏപ്രിൽ എറണാകുളത്താണ് ഐക്യ കേരളം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്നത്. 1928 ഏപ്രിൽ എറണാകുളത്താണ് ഐക്യ കേരളം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്നത്. അടുത്തതായി വരുന്നത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. 1928 മെയ് 25 മുതൽ 27 വരെയാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം 1928. 1928 പയ്യന്നൂർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1928 പയ്യന്നൂർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്തത് 1928 എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ അഖില കേരള കുടിയാൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. 1928 എറണാകുളത്ത് വെച്ച് നടന്ന ആദ്യ അല്ലെങ്കിൽ പ്രഥമ അഖില കേരള കുടിയാൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. അടുത്തത് 1931 കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊവിൻഷ്യൽ സമ്മേളന വേദി വടകരയാണ്. 1931 കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊവിൻഷ്യൽ സമ്മേളന വേദിയാണ് വടകര. വടകരയിലെ പ്രൊവിൻഷ്യൽ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത്
JM സെൻഗുപ്തയാണ്. 1931 വടകര പ്രൊവിൻഷ്യൽ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് JM സെൻഗുപ്ത. അടുത്തത് 1937 നവംബറിൽ തിരുവനന്തപുരത്ത് നടന്ന ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് പട്ടാഭി സീതാരാമയ്യയാണ്. 1937 നവംബറിലാണ് തിരുവനന്തപുരത്ത് നടന്ന ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. അടുത്തത് 1946 ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ രൂപീകരിച്ച KPCC ഉപസമിതിയുടെ അധ്യക്ഷനാണ് KP കേശവമേനോൻ. 1946 ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ രൂപീകരിച്ച KPCCയുടെ ഉപസമിതിയുടെ അധ്യക്ഷനാണ് KP കേശവമേനോൻ. അടുത്തതായി വരുന്നത് ഐക്യ കേരള കൺവെൻഷനാണ്. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിലാണ്. എറണാകുളത്ത് 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിലാണ് ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത്. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ KPCC ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്നു. എപ്പോഴാണ് നടന്നത്? 1947 ഏപ്രിലാണ് തൃശ്ശൂരിലാണ് നടന്നത്. KPCC ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഐക്യ കേരള സമ്മേളനം നടന്നത്. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് K കേളപ്പൻ. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൽ ഐക്യ കേരളം എത്രയും വേഗം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് മൊയ്തു മൗലവിയാണ്. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൽ ഐക്യ കേരളം എത്രയും വേഗം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് മൊയ്തു മൗലവി. അടുത്തത് 1948 ഫെബ്രുവരിയിൽ ആലുവയിൽ നടന്ന ഐക്യ കേരള പ്രതിനിധി സമ്മേളനത്തിൽ ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് K കേളപ്പനാണ്. അതുപോലെ തന്നെ 1948 ഫെബ്രുവരിയിൽ ആലുവയിൽ നടന്ന സമ്മേളനത്തിൽ ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് KA ദാമോദരൻ മേനോനാണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാവുന്നതാണ്, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലുവയിലാണ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്നത് ആലുവയിലാണ്. 1948 ഫെബ്രുവരിയിലാണ് ആലുവയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്നത്. ഐക്യ കേരള സമ്മേളനത്തിൽ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് K കേളപ്പനും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് KA ദാമോദരൻ മേനോനുമാണ്. അടുത്തതായി വരുന്നത് തിരുകൊച്ചി സംയോജനമാണ്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ്. തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നതോടെ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖനായി മാറി. തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നതോടെ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ അടുത്തത് തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖനായി മാറുകയും ചെയ്തു. തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖ സ്ഥാനം വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ രാജാവാണ്, അതായത് ശ്രീ ചിത്തിര തിരുനാളാണ്. കൊച്ചി രാജാവിന് ഉപരാജപ്രമുഖ എന്ന സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. തിരുകൊച്ചി സംയോജന സമയത്ത് അല്ലെങ്കിൽ തിരുകൊച്ചി രൂപീകരണ സമയത്തെ കൊച്ചി രാജാവ് എന്നറിയപ്പെടുന്നത് പരീക്ഷിത്ത് തമ്പുരാനാണ്. തിരുവിതാംകൂർ രാജാവിനെ പുതിയ സ്ഥാനത്തിൻ്റെ തലവനായി നിയമിച്ച നീക്കത്തിനെതിരെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. മലബാറും തിരുകൊച്ചിയും ചേർന്ന് ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്നായിരുന്നു അവരുടെ വാദം. അടുത്തത് കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായി ഐക്യ കേരള കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് K കേളപ്പനാണ്. കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് ഐക്യ കേരള കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് K കേളപ്പൻ. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ 1946 രൂപീകൃതമായ KPCC ഉപസമിതിയുടെ യോഗം നടന്ന സ്ഥലം ചെറുതുരുത്തിയാണ്. അത് മുമ്പ് പറയാൻ വിട്ടതാണ്, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ചെറുതുരുത്തിയിലാണ് ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ 1946 രൂപീകൃതമായ KPCC ഉപസമിതിയുടെ യോഗം നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോനാണ്. അടുത്തത് കേരള സംസ്ഥാന രൂപീകരണമാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ഉൾക്കൊള്ളിച്ച് കേരള സംസ്ഥാനം രൂപീകരിക്കാൻ
നിർദ്ദേശം നൽകിയ കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ഉൾക്കൊള്ളിച്ച് കേരള സംസ്ഥാനം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയ കമ്മീഷൻ. അടുത്തത് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത്. അടുത്തത് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ ഏഴാമനാണ്. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേരളവർമ്മ ഏഴാമൻ. അടുത്തത് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി എന്നറിയപ്പെടുന്നത് 1.25 കോടി മലയാളികൾ എന്നാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ 1.25 കോടി മലയാളികളാണ്. അടുത്തത് ഐക്യ കേരളം എന്ന കവിത രചിച്ചത് ബാലാമണി അമ്മയാണ്. ഐക്യ കേരളം എന്ന കവിത രചിച്ച വ്യക്തിയാണ് ബാലാമണി അമ്മ. അടുത്തത് ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയ വ്യക്തിയാണ് NV കൃഷ്ണവാര്യർ. അടുത്തത് ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥം ലീലാതിലകമാണ്. അടുത്തത് കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത പ്രദേശങ്ങളാണ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത പ്രദേശങ്ങളാണ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവ. അടുത്തത് കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന താലൂക്കുകളാണ് ഹോസ്ദുർഗും കാസർഗോഡും. കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന താലൂക്കുകളാണ് ഹോസ്ദുർഗും കാസർഗോഡും എന്നിവ. അടുത്തത് പ്രധാനമന്ത്രിമാരാണ്. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് പ്രൊഫസർ T. കൃഷ്ണൻ നായർ. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് ഇക്കണ്ടം വാര്യർ. കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രി പ്രൊഫസർ T. കൃഷ്ണൻ നായർ. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് ഇക്കണ്ടം വാര്യർ. അടുത്തത് തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് പട്ടം താണപ്പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണപ്പിള്ളയാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് പറവൂർ TK നാരായണപിള്ള. തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് പറവൂർ TK നാരായണപിള്ള. അടുത്തത് തിരുകൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പറവൂർ TK നാരായണപിള്ള. അതായത് തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് TK നാരായണപിള്ള. അദ്ദേഹം തന്നെയാണ് തിരുകൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയും. തിരുകൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് പറവൂർ TK നാരായണപിള്ളയാണ്. അടുത്തത് തിരുകൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി C. കേശവനാണ്. തിരുകൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് C. കേശവൻ. അടുത്തത് തിരുകൊച്ചിയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് AJ ജോൺ ആണ്. തിരുകൊച്ചിയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് AJ ജോൺ. അതായത് മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് AJ ജോൺ. അദ്ദേഹത്തെയാണ് തിരുകൊച്ചിയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കാലം തിരുകൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് AJ ജോൺ. ഏറ്റവും കൂടുതൽ കാലം തിരുകൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ AJ ജോൺ ആണ്. തിരുകൊച്ചിയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നതും AJ ജോൺ ആണ്. തിരുകൊച്ചിയിലെ നാലാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണപ്പിള്ള. തിരുകൊച്ചിയിലെ നാലാമത്തെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് പട്ടം താണപ്പിള്ളയാണ്. തിരുകൊച്ചിയിലെ അവസാനത്തെയും അഞ്ചാമത്തെയും മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. തിരുകൊച്ചിയിലെ അവസാനത്തെയും അഞ്ചാമത്തെയും മുഖ്യമന്ത്രിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് LTC സിലബസിലെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തിരുകൊച്ചിയിലെ ഐക്യ കേരള പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.